ആ ലക്കി, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ലിയോൺ ലിയോണ് ബോധമില്ലാണ്ട് കിടക്കുന്നു. കുറെ സമയം വിളിച്ചു എണീക്കുന്നില്ല. ഹുവാൻ, എന്തിത്? അവിടെ പ്രോഗ്രാം തുടങ്ങാൻ ടൈമായി. എനിക്കിപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. വേഗം കാർ എടുക്ക്. ഒന്ന് വേഗം വണ്ടി എടുക്കാനാ പറഞ്ഞത്. ഹുവാൻ, നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനിയുള്ള കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന 1000 കണക്ക് ഫാൻസ് അവിടെ ഉണ്ട്. അവരാരും നിരാശാക്കരുത്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കണം. ഐ വിൽ മാനേജ്. പ്ലീസ്. എന്താ പറ്റിയത്? എനിക്കറിയില്ല ഡോക്ടർ. ഞാൻ കാണുമ്പോൾ ആകെ കുഴഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് വൊമിറ്റ് ചെയ്തതിനു ശേഷം ബോധം കെട്ടു വീണു. സിസ്റ്റർ, പൾസ് വീക്കാണ്. പെട്ടെന്ന് എമർജൻസി വാർഡിലേക്ക് സിസ്റ്റർ ചെയ്യും. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ദേവി, അതിനൊന്നും സംഭവിക്കില്ലേ? ആലോചിച്ചിട്ടൊരു സമാധാനം ഒന്നും പറ്റില്ലായിരിക്കും. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? നിങ്ങളോടാണ് ചോദിച്ചത് പേഷ്യന്റിന്റെ ആരാണെന്ന്. ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആണ്. കോംഗ്രോപ്സിന്റെ ചെയർമാന്റെ മകനാണത്. പേഷ്യന്റ് ഇപ്പോ ഒബ്സർവേഷനിലാണ്. സ്പൈസി ഫുഡ് പോലെ അങ്ങനെ വല്ലതും അവൻ കഴിച്ചോ? വാട്ട് സ്പൈസി ഫുഡ്? ഡോക്ടർ, എനിക്കതിനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന് സ്പൈസി ഫുഡ് അലർജിയാണ്. ഒരു നേരിയ തോതിലെങ്കിലും എരിവ് കൂടിയാൽ അത് അവന്റെ ബോഡിക്ക് താങ്ങാൻ കഴിയില്ല. താൻ അവന്റെ ഗേൾഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇതൊന്നും അറിയില്ലേ തനിക്ക്? ഈ മെഡിസിൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. ഗേൾഫ്രണ്ട് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് തന്റെ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്. തന്നെ ഞാൻ എത്ര വിളിച്ചെന്നറിയോ? ഹേയ് ലക്കി, അയ്യോ ഓക്കെ. തന്റെ മിസ് കോൾ ഉണ്ടോ? അതാ ഞാൻ തിരിച്ചു വിളിച്ചത്. അല്ല, തന്നെന്തൊരു വെപ്രാളത്തോടെ സംസാരിക്കുന്നത്? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ ലക്കി, ഇത് ഞാൻ ഹുവാൻ. പ്രോഗ്രാം തുടങ്ങാറായില്ലേ? ഇതുവരെയായിട്ട് സ്റ്റേജിൽ കയറിയില്ലേ? ഇല്ല, എനിക്കെന്തോ ലിയോണെ പറ്റി ആലോചിക്കുമ്പോ ഓർത്തിട്ട് എനിക്കെന്തോ സമാധാനം കിട്ടുന്നില്ല. അവനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്, ഇപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമായത്. താങ്ക് യു ലക്കി, താങ്ക് യു സോ മച്ച്. അയ്യേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും വേണ്ട. സ്റ്റേജിൽ കയറുന്നില്ലേ? ഞാൻ കയറാൻ പോകാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം തന്നെ. ഓക്കെ, ബൈ. അവൻ കോൾ വെച്ചതും പിന്നീടുള്ള ചിന്ത അവരെ രണ്ടുപേരെ പറ്റിയായി. ഹുവാനാണെങ്കിൽ ലിയോണിനോട് കാണിക്കുന്ന കെയറിങ്ങും ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഹുവാന് വെറുപ്പുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ലിയോണിനാണെങ്കിൽ ഹുവാന്റെ പേര് കേൾക്കുന്നത് പോലെ ഇറിറ്റേഷനാണ്. ശരിക്കും ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എങ്ങനെ ഇവർ തമ്മിൽ ഇത്രയും വെറുപ്പ് വരാൻ? അതും ലിയോണിന് മാത്രം വെറുപ്പ് വരാൻ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കണം. ലക്കി, അവനെവിടെ? അവനൊന്നും പറ്റില്ലല്ലോ? അവൻ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. സ്പൈസി ഫുഡ് കഴിച്ചിരുന്നു. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വാട്ട്? സ്പൈസി ഫുഡ്? അവൻ അങ്ങനെയുള്ള ഫുഡ് കഴിച്ചുകൂടാന്ന് അവന് നന്നായിട്ട് ബോധമുള്ളതാ. പിന്നെ എങ്ങനെയാ അവർക്ക് എവിടെ നിന്ന് കിട്ടി സ്പൈസി ഫുഡ്? അത് പിന്നെ ഞാൻ. നീയാണോ അവന് സ്പൈസി ഫുഡ് പോയി കൊടുത്തത്? നീ കൊടുത്ത ഫുഡ് കഴിച്ചിട്ടാണോ അവന് ഈ അവസ്ഥ വന്നത്? പറ ലക്കി, നീയാണോ അവൻക്കത് കൊടുത്തത്? ആ ഫുഡ് കൊടുത്ത് നീ അവനെ കൊല്ലാൻ നോക്കിയതാണോ ലക്കി? നിനക്ക് അവനെ ദ്രോഹിച്ചതൊന്ന് പോരെ? ലോഹൻ, ഞാൻ പറയുന്നതൊന്ന്.
എനിക്ക് നിന്റെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കേണ്ട ലക്കി. എന്റെ കൺമുന്നിൽ നിന്ന് പോകാൻ നോക്ക്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ നിന്നെ വലുത് ചെയ്യുന്നതിന് മുൻപ് ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഡോക്ടർ ഡോക്ടർ ലീക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവനെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ പ്ലീസ്? കാം ഡൗൺ ഹീസ് ഫൈൻ നൗ. ഇപ്പോ ഒരു ചെറിയ മയക്കത്തിലാണ്. കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ഡോൺ വഴി, പേഷ്യന്റിന് ബോധം വന്നാൽ തിരിച്ചു പോകാം. ഐ എം സോറി ലക്കി. അവന് എന്തെങ്കിലും പറ്റിയെന്ന് എനിക്കറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ ആ സമയത്ത് തന്നോട് അങ്ങനെയൊക്കെ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ, എനിക്കത് മനസ്സിലാക്കും, കുഴപ്പമില്ല. ലീക്ക് ചെറുപ്പം തൊട്ടേ എരിവ് അലർജിയാണ്. ഒരു ചെറിയ അളവിൽ മാത്രമേ അവൻ കഥയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പൊടിക്കെങ്കിലും അതിന്റെ അളവ് കൂടിയാ പിന്നീട് അവൻ ശ്വാസം എടുക്കാനും അത് വലിച്ചു വിടാനും സംസാരിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ച വേദനയൊക്കെ കണ്ടു നിരച്ചല്ലാതെ ഞാൻ കണ്ടു നിന്നിട്ടില്ല. എനിക്ക് അവനെ വേദനിക്കുന്നത് കാണാൻ കഴിയില്ലലേക്ക്. അവനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ലുഹാൻ ഇല്ല. തനിക്ക് അവന്റെ പ്രോബ്ലത്തെ പറ്റി വലിയ അറിവൊന്നുമില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ താൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും അറിയാം. പിന്നെ എങ്ങനെയാ ആ ഫുഡ് ശരിക്കും എന്താ സംഭവിച്ചത്? ഇന്ന് ഹുവാന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാനും എന്റെ ഫ്രണ്ട്സും ഒത്തുകൂടിയ സമയത്ത് ലിയോൺ എന്നെ വിളിച്ചു. അവനൊട്ടും വയ്യാത്ത പോലെ എന്നോട് സംസാരിച്ചു. കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ അപ്പൊ തന്നെ ഫ്ലാറ്റിലേക്ക് പോയി നോക്കിയപ്പോ അവന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം എന്നെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി നടത്തിയ ഡ്രാമയാണെന്ന് മനസ്സിലാക്കിയതും ഞാൻ അപ്പം തന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ എന്നെ വീണ്ടും വിളിച്ചു. അവൻ ശരിക്കും സംസാരിക്കുന്ന ബുദ്ധിമുട്ട് അവന് എന്നോട് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും അതൊന്നും ക്ലിയർ ആയിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു വീണ്ടും അവൻ ഡ്രാമ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാൻ കോൾ കട്ടാക്കി. പക്ഷേ എനിക്കെന്തോ തിരിച്ചു പോയി നോക്കാൻ തോന്നിയോണ്ട് ഞാൻ വീണ്ടും പോയി തിരിച്ചു നോക്കുമ്പോൾ കാലൊന്നും നിലത്തുറക്കുന്നില്ലായിരുന്നു. ചുവരിനെ താങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവൻ വൊമിറ്റ് ചെയ്ത് അവിടെ തന്നെ വീണു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാ ഞാൻ നിന്നെ വിളിച്ചു ഒരുപാട്, പക്ഷെ നീയും കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ ഹുവാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഹുവാനോ? അവനെന്താ അവിടെ? അതെ, റോക്ക് സ്റ്റാർ ഹുവാൻ. അവൻ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത താമസം. ഞാൻ അപ്പൊ തന്നെ അവനോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോ അവനൊരു വെപ്രാളത്തോടെ ഓടി വന്ന് ലിയോണെ എടുത്ത് ഞാനും ഹുവാനും ചെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഹുവാൻ അവനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അതെ, ഇതിനിടയ്ക്ക് ഞാൻ സ്പൈസി ചിക്കൻ വാങ്ങിയിരുന്നു. അത് ഫ്ലാറ്റിൽ വെച്ച് മറന്നിട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിപ്പോയത്. മേ ബി അവൻ അതായിരിക്കും എടുത്ത് കഴിച്ചത്. ഓക്കെ, എന്തായാലും താങ്ക്സ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലുഹാൻ, ഹുവാനും ലിയോണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളത് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ അവർ തമ്മിലുള്ള പ്രോബ്ലം എന്ന് എനിക്ക് എത്രയായിട്ട് മനസ്സിലാവുന്നില്ല. എന്താ അത്? അതൊരു ലോങ് സ്റ്റോറി ആണെങ്കിൽ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്, ചെന്ന് കണ്ടോളൂ. ഡാ നാറി, നീ ചാകാൻ വേണ്ടിയായിരുന്നു അതെടുത്ത് കഴിച്ചത്. നിന്നെപ്പറ്റി എത്ര വെറിയഡായെന്ന് അറിയോ? നിനക്ക് വലുത് അറിയണോ? അവനെ ഇങ്ങനെ ഉണ്ടല്ലോ. നീ ഒരു പേഷ്യന്റിനെയാണ് ദേഹോപദ്രവം ചെയ്യുന്നത്. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്താൽ നീ അഴിയണ്ണു. എന്നാ പിന്നെ നീ അങ്ങ് ഒരു കേസ് കൊടു, അതായിരിക്കും ഇതിനെയും കാട്ടി ഭേദം. എന്തോന്ന് മതി, നിർത്ത്. അത് സ്പൈസി ചിക്കനാണെന്ന് അറിയാതെ ഞാൻ എടുത്ത് കഴിച്ചത്. ഐ എം സോറി. ഒരു ഫുഡ് കണ്ടാൽ അത് സ്പൈസി ആണെന്നൊന്ന് തിരിച്ചറിയാനുള്ള ബോധമൊന്നും നിന്റെ തലയിൽ ഇല്ലേ? എടാ, അതിന്റെ കളറും സ്മെല്ലൊക്കെ അറിഞ്ഞപ്പോ വായില് വെള്ളം വന്നു. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കഴിച്ചത്. കഴിച്ചതിന് ശേഷം മനസ്സിലായത് അത് സ്പൈസി ഫുഡായിരുന്നു. എന്തൊരു എരിവ! ഇതൊക്കെ എങ്ങനെയാടാ നിങ്ങളൊക്കെ കഴിക്കുന്നത്? ഡാ, നിന്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണം ഞാൻ ഇന്ന് ലക്കിയുടെ എത്ര മാത്രം റൂഡായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയോ നിനക്ക്? അല്ല, അവള് പുറത്തുണ്ടോ ലക്കി? നിൽപ്പുണ്ട് പുറത്ത്. എന്തേ? അല്ല, സമയം എത്രേ? സമയം നോക്കിട്ട് പറ. ടൈമോ 11 കഴിഞ്ഞു. എന്തിയെ? എനിക്ക് ബോധം വന്നുകൊണ്ട് എന്നെ ഇപ്പൊ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ആ ഹുവാന്റെ പ്രോഗ്രാം ഏകദേശം 3 മണിക്കൂർ അടുത്തോളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയാൽ അവൻ അവന്റെ പ്രോഗ്രാം കാണാൻ പോയില്ലേ? നോ വേ, അതിന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഡാലി, നീ അത് എന്താ ആലോചിച്ചിരിക്കുക? നീ ഓക്കെ അല്ലേ? ഞാൻ ഡോക്ടറെ വന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ? ലോഹാൻ, തൽക്കാലം ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. എന്തായാലും ഇത്രയൊക്കെ സമയം വൈകിയതല്ലേ. എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ക്ഷീണമുണ്ട്. ഓക്കെ, ശരിക്കും ക്ഷീണം ഉണ്ടായിട്ട് തന്നെയാണല്ലോ അല്ലേ? എന്നാ ശരി, നീ റെസ്റ്റ് എടുത്തോ. ഞാൻ ലക്കിയെ പറഞ്ഞയച്ചിട്ട് വരാം. ലുഹാൻ, അവളിവിടെ നിന്ന് പറഞ്ഞയക്കുന്നു വേണ്ട, അവളിവിടെ നിൽക്കട്ടെ. അതിന്റെ ആവശ്യം എന്താ? ഇവിടെ ഇപ്പോ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ അവളെ ഇവിടെ നിർത്തുന്നത്? നീ എന്നെ വിട്ടെ, ഞാൻ അവളെ പറഞ്ഞയച്ചിട്ട് വരാം. എടാ ലുഹാൻ, നീ പറയുന്നൊന്ന് കേൾക്ക്. അവള് കൊണ്ടുവന്ന് ചിക്കൻ കഴിച്ചോണ്ട് എനിക്കിപ്പൊ ഇവിടെ വന്ന് കിടക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് അവൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നീ ഇവിടെ തിരിച്ചു പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നാളെ പോര്. ഇവിടെ ലക്കിയുണ്ടല്ലോ. റിയലി? മോനെ ലിയോണെ, തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നില്ലെങ്കിൽ കൈ വിട്ടു പോകുന്ന സീരിയസ് കേസാണെന്ന് എനിക്കിപ്പോ ഉള്ളത്. പൊസസീവ്. ഇത് നിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല. അയ്യേ, അങ്ങനെയൊന്നുമില്ല ലുഹാൻ, നീ കരുതുന്ന പോലെ ഒന്നുമില്ല. എന്റെ വാക്കനുസരിക്കാതെ പോയതിന് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. നീ കണ്ണടിച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട. അവള് ഹുവാന്റെ പ്രോഗ്രാമിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള അടവല്ലേ ഇതൊക്കെ? അതെ, അത് തന്നെയാ കാര്യം നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് പൊന്നാര മോൻ ഫ്ലാറ്റിലേക്ക് പോയി ഒന്ന് ഫ്രഷായി കടന്നുറങ്ങി നാളെ പതിയെ ഇവിടത്തേക്ക് വന്നാൽ മതി. ഇവിടുത്തെ കാര്യം ലക്കി നോക്കിക്കോളും. നിന്റെ ഈ റൂട്ട് എങ്ങോട്ടേക്കാ പോകുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനൊക്കെ കൂടി ഞാൻ നിനക്ക് തരാം, കാത്തിരുന്നു. ലേക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ എന്തോ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. സോ ഞാൻ ഫ്ലാറ്റിലൊന്ന് പോയിട്ട് വരാം. അവന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാനുണ്ട്. അതുവരെ ലേക്ക് ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ പോയാൽ പിന്നെ അവന്റെ അടുത്ത് ആരും ഉണ്ടാകില്ല. ഇപ്പൊ താനല്ലേ ഇവിടെയുള്ളൂ. പ്ലീസ്, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അത് ലുഹാൻ, ഞാൻ എന്തിനുമാരുടെ അടിമയോ? ഇനി ആ കാട്ടാളുടെ അടുത്തേക്ക് പോട്ടെ. ലുഹാൻ, ലീക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ ഓക്കെ അല്ലേ? പേടിക്കണ്ട, ചത്തിട്ടില്ല. എന്താ ഇനി നിനക്ക് അവനെ ഒറ്റയടിക്ക് കൊല്ലണോ? നിന്റെ ഇമോഷണൽ ഡ്രാമ എന്റെ അടുത്ത് വേണ്ട. നീ ഞങ്ങളോട് ചെയ്തതൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കില്ല, ദ്രോഹി. നീ എന്താ ഇവിടെ? ഹേയ്, നിന്നോടാ ചോദിച്ചത്, നീ എന്താ ഇവിടെയെന്ന്. ഇനിയും ആ സ്പൈസി ചിക്കൻ പോലുള്ള എന്തെങ്കിലും എനിക്ക് തരാനുണ്ടോ? ലിയോൺ, are you okay? ഞാൻ ഡോക്ടറിനെ വിളിക്കണം. ഓ, അപ്പൊ ഞാൻ ചുമച്ചത് താൻ കേട്ടു, ഞാൻ ചോദിച്ചത് മാത്രം കേട്ടില്ല. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ കഴിക്കാൻ ഇയാളോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ ഇയാളെന്തിനെടുത്ത് കഴിച്ചത്? ഹേയ്, അതിന് എന്തുമാത്രം എരിവുണ്ടെന്നറിയോ? ഇത്രയ്ക്ക് എരിവുള്ള ഫുഡൊക്കെ കഴിച്ചാൽ അത് നിനക്ക് തന്നെയായിരിക്കും പ്രോബ്ലം ഉണ്ടാക്കുക. ഇനി ഇതുപോലുള്ള ഫുഡൊന്നും നീ കഴിക്കരുത്, മനസ്സിലായോ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇനിയും ഈ കൺകൊണ്ടുള്ള കാഴ്ചകൾ തുടർന്ന് തനിക്ക് വല്ല മിനി അറ്റാക്കും വരും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവൾ പതിയെ ആ കണ്ണ് അവരിൽ നിന്നും പറിച്ചെടുത്ത് മൊബൈലിലേക്ക് നോക്കിട്ടിരിക്കുന്നു. കുറച്ച് സമയം അങ്ങോട്ട് കടന്നു പോകുന്നു. പതിയെ ലീ അവളെ നോക്കുന്നുണ്ടെങ്കിലും അവൾ കാര്യമായിട്ടുള്ള ഞോടലാണ്. ലീക്ക് എന്തോ അതങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്താണ് നോക്കുന്നതെന്ന് അറിയാനുള്ള ശുഷ്കാന്തി മൂത്ത് അവൻ എത്തി വിഴിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും തന്നെ കൊണ്ട് പറ്റില്ല എന്നും ബോധ്യായി പല കോപ്രായങ്ങളും കാണിക്കുന്നു. പക്ഷേ ആള് ശ്രദ്ധ കൊടുക്കുന്നില്ല. തനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആ പതിയെ എണീച്ച് അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇതൊന്നും അറിയാതെ അവൾ കാര്യമായിട്ടുള്ള തോണ്ടലാണ്. പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചിരുന്നു. ഹേയ് ലിയോൺ, എന്റെ ഫോൺ ഇങ്ങതാ. എടാ, തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോൺ തരാൻ. വെയിറ്റ്, നീ ഇതിന് മാത്രം ഇതിനെന്നെ നോക്കിയിരിക്കുന്നത്? ഞാനൊന്ന് കാണട്ടെ.
ശരി ലിയോൺ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പേഷ്യന്റ് ആണെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറക്കും. മര്യാദയ്ക്ക് എന്റെ ഫോൺ കാണോ. നോ വേ. നീ എന്താ ഇതിൽ നോക്കിയതെന്ന് അറിയാതെ ഞാൻ നിനക്ക് ഫോൺ തരില്ല. മോളിലേക്ക് അവനെങ്ങാനും നീ ഹുവാനും കൂടി ഒരുമിച്ച് നിൽക്കുന്നുള്ള വായ്പിട്ടുണ്ടോ? തീർന്നു. നിന്റെ ഫോൺ ഞാൻ കേൾക്കും. വേഗം എങ്ങനെയെങ്കിലും ഒന്നും ചെയ്ത് നോക്കുക. ഇങ്ങ് താടോ കാട്ടാ, ഇത് തനിക്ക് ആവശ്യമില്ല. ഓക്കെ. അല്ല, അതിന് മാത്രം നിന്റെ ഫോണിൽ എന്താ ഉണ്ടായിരുന്നത്? ഇനി നിനക്ക് വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ? ഞാൻ എന്തിനാ നിന്നോട് അതൊക്കെ പറയുന്നത്? അതെന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. സോ യു ഹാവ് എ ബോയ് ഫ്രണ്ട്, റൈറ്റ്? യാ, യു ആർ റൈറ്റ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഹൂ ഈസ് ദാറ്റ്? അന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അന്ന് ഒരുത്ത് നിന്നെ കൊണ്ടുപോയില്ലേ ബാറിൽ നിന്നും? അവനാണോ അതോ ഹുവാനോ? ലുഹാൻ വന്നു. സോ ഇനി എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓട്ടെ, ബൈ. എന്ത് പറ്റിയടാ? അവളെന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഡാ, നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കിട്ടിയെന്നുള്ളാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ രാവിലെ വരാനല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ഞാനിപ്പം പോയിട്ട് നാളെ രാവിലെ വരാം. ഒന്ന് പോടാ, നീ ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലിരിക്കാൻ. അതാ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, നീലയ്ക്കും വീണ്ടും വല്ല സോറി കേസും നടന്നു? അവിടെ വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയത് നീ ഇങ്ങനെ ചൂടായിരിക്കുന്നതും കണ്ടത് കൊണ്ട് ചോദിച്ചതാണ്. AC ഓണാക്കണോ ലീ? ലുഹാൻ, ലക്കിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് പോലും. വാട്ട്? റിയലി? എന്നിട്ട് അവൾ എന്നോട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഡാ, അവളെയൊക്കെ ആര് പ്രേമിക്കാനാ? ഇതൊക്കെ അവള് വെറുതെ അറിയുന്നതായിരിക്കും. നീ എന്തായാലും അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്തിനി? അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതി നമ്മളെന്തിനാ അതൊക്കെ അറിയുന്നേ? അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യമാണ്. അതിനൊന്നും നമ്മൾ ഇടാൻ നിക്കണ്ടല്ലേ. ഡാ, അവൾ എങ്ങനെയുള്ളവനെയാ ബോയ് ഫ്രണ്ട് ആക്കിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? ഇനി അവനൊരു ഫ്രോഡ് ആണെങ്കിലോ? ഇനി അവളിൽ നിന്നും ക്യാഷ് ഒട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ? ഡാലി, അതിലേക്കാ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവൾ അത്ര പെട്ടെന്ന് ആരുടെയും ചതിയിൽ ചെന്ന് വീഴില്ല. അവളുടെ ബോയ് ഫ്രണ്ട് എന്തായാലും അവൾക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ലൈക്ക് മേഡ് ഫോർ ഈച്ച് അതർ. ഡാ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് നിനക്കെന്താ കണ്ടാ മനസ്സിലാക്കിക്കൂടെ? പെട്ടെന്ന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കാനുള്ള വഴി നോക്കിക്കേ. നിനക്കെന്താടാ, ഭ്രാന്താണോ? ഇനി സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരുമോ? ഷി ഹാവ് എ ബോയ് ഫ്രണ്ട്. സോ വാട്ട്? ഞാൻ എന്തിനാ അതൊക്കെ അറിയാൻ ശ്രമിക്കുന്നത്? അവളുടെ ഒരു ബോയ് ഫ്രണ്ട്. അവനെന്താ എന്നെക്കാൾ ഇത്ര മികച്ചതാണോ? അവളങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ? ബോയ് ഫ്രണ്ട് പോലും. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? ഹുവാന്റെ പ്രോഗ്രാം ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലല്ലോ. ഇനിയുണ്ടല്ലോ 1 hour. അവൻ പെട്ടെന്ന് പ്രോഗ്രാം അവസാനിപ്പിച്ചു. അവൻ ഇന്ന് അത്ര മൂടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളോട് സോറിയൊക്കെ പറഞ്ഞടാ അവൻ പ്രോഗ്രാം അവസാനിപ്പിച്ചത്. എന്തൊക്കെ സ്വപ്നം കണ്ടുപോയത്, ഒന്നും നടന്നില്ല. എന്നാലും അല്ല, ഞങ്ങളോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയി. നീ എവിടേക്ക് പോയത്? നിന്നെ വിളിച്ചിട്ട് പിന്നെ നീ കോളും എടുത്തില്ല. അത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടി പോയതാ. ഡീ, നീ എന്താ അവന് വയ്യാത്ത കാര്യം എന്നോട് പറയാതിരുന്നത്? അവനിപ്പോ എങ്ങനെയുണ്ട്? വൈ നീ ടെൻഷൻ അടിക്കാൻ മാത്രം ഇപ്പൊ അവനൊന്നുമില്ല. അവൻ ഓക്കെയാണ്. നിന്റെ ഈ വെപ്രാളം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒന്ന് ഉറയിക്കാണ്ടിരുന്നത്. അല്ലല്ലേ, അപ്പോ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണോ ലിയോണ ഇപ്പം കരുതിയിട്ടുള്ളത്? ആണെന്ന് തോന്നുന്നു. അവൻ എന്നോട് ചോദിക്കുക അത് ബൊഹയാണോ അതോ ഹുവാനാണോ എന്നൊക്കെ. ബൊഹയാണെന്ന് നിനക്ക് വാ തുറന്ന് പറഞ്ഞൂടെ? ഞാൻ ഉദ്ദേശിച്ചത് ഹുവാനാണെന്ന് നിനക്ക് പറഞ്ഞൂടായിരുന്നു എന്ന്. അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. പിന്നെ ഹുവാനും അവനും അത്ര നല്ല ചേർച്ചയിലല്ല പോകുന്നത്. സോ എന്റെ ബോയ് ഫ്രണ്ട് എങ്ങാനും അവനാണെന്ന് പറഞ്ഞ പിന്നെ ലിയോൺ വളയെ അവനെ കൊന്നെന്നും വരും. അല്ല, നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹുവാനാണെന്നല്ലേ പറഞ്ഞേ? അത് നിനക്ക് ലിയോണോട് പറഞ്ഞൂടായിരുന്നു? എന്നിട്ട് വേണം അവനോടുള്ള ദേഷ്യം മൊത്തം ഇവളോട് തീർക്കാൻ.
മോളിലേക്ക് നിന്റെ നല്ലതിന് വേണമെങ്കിൽ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. ദയവ് ചെയ്ത് ലിയോയുടെ മുന്നിൽ വെച്ച് നീ ഹുവാനെ പറ്റി ഒന്നും പറയാൻ പോകണ്ട, അവനോട് മിണ്ടാനും പോകണ്ട. അഥവാ നീ എങ്ങാനും ചെയ്ത് പോയാ പിന്നെ നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിനെ കൊണ്ടേ സാധിക്കും. അല്ല, നിനക്കറിയോ അവർ തമ്മിൽ എന്താ പ്രോബ്ലം എന്ന്? പിന്നെ TV നോക്ക, ഇങ്ങോട്ട് നോക്ക്. അല്ല, അവർ തമ്മിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ നേർക്കാക്കാൻ പറ്റുന്നില്ല. നീ കാര്യം എന്താന്ന് പറ. അതെന്തായാലും ആരും വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ദൈവം തമ്പുരാൻ നേരിട്ടോ എന്ന് പറഞ്ഞാൽ നീ അത് കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീ അതറിയാൻ വേണ്ടി കിണഞ്ഞിരുന്ന് പരിശ്രമിക്കണ്ട. എന്റെ വായിന്ന് അത് കിട്ടൂല. ഇനി നിനക്കതറിയണം അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ റോക്ക് സ്റ്റാർ ഹുവാനുണ്ടല്ലോ, അവനോട് ചോദിച്ചോക്ക്. അവനേക്കാൾ നന്നായിട്ട് അതെന്താണെന്ന് പറഞ്ഞുതരാൻ വേറെ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത് അവളായിരിക്കും. അവളോട് ഇന്നത്തോടെ ഈ ഫുഡ് ഡെലിവറി മതി എന്ന് പറഞ്ഞേക്ക്. ഇനി അവള് നമ്മളെ കാര്യത്തിലേക്ക് വായിച്ചെടുക്കണ്ട. ഓക്കെ? വായിക്ക് രുചിയില്ല നല്ല ഫുഡ് നമ്മളായിട്ട് എന്തിനാടെ വേണ്ടാന്ന് വെക്കണേ? ഡാ പോട്ട, അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. 2 ബോയ്സ് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് അവളിങ്ങനെ വന്നിരുന്നെങ്കിൽ പോകുന്നത് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇന്ന് കൊണ്ടുവന്ന ഫുഡ് വാങ്ങി വെച്ച് അവളെ പറഞ്ഞയച്ചേക്ക്. ഇനി ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞു. ഓക്കെ? അങ്കിൾ, ഡാഡ്, അല്ല നിങ്ങളെന്താ ഇവിടെ? ലുഹാൻ, സുഖമല്ലേ? എങ്ങനെ പോകുന്നു നിന്റെ ഡേയ്സ് ഒക്കെ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞത്? ഇത് ലിങ്കോങ് കെട്ടുപടുത്തിയ ബംഗ്ലാവല്ല, എന്റെ ഫ്ലാറ്റാ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോവാൻ നോക്ക്. ലീ മോനെ, അയ്യോ ഓക്കെ. നിനക്ക് വയ്യെന്ന് കേട്ടിരുന്നു. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഇങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ വരുന്നത്? ഞാൻ ചത്താലും ഇല്ലെങ്കിലും തനിക്ക് എന്താടോ? സോറി, ഞാൻ റോങ് ടൈമിലാണെന്ന് തോന്നുന്നു കയറുന്നത്. സോറി സാർ. ലക്കി, നീ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്? കയറുവാ. മിസ്റ്റർ ലിങ്കോ, എന്തേ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇവിടുന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇനി ഞാനായിട്ട് പിടിച്ചു വലിച്ചിറക്കി ചവിട്ടി പുറത്താക്കണോ? ഹേയ് ലിയോൺ, നീ ആരോടെ സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? എന്തൊക്കെ നീ വിളിച്ചു പോകുന്നേ? നീ മിണ്ടരുത് ലക്കി. നീ എന്താ എന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഡോ, നിങ്ങൾക്ക് പോകാനായില്ലേന്ന്. ലുഹാൻ, ഇവരോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞേ. ലുഹാൻ, നിന്നോടാ ഞാൻ പറയുന്നത്. അങ്കിൾ പ്ലീസ്, അങ്കിൾ പോ പ്ലീസ്. ഓക്കെ മോനെ, ടേക്ക് കെയർ. എടാ നീക്കൊരു മനുഷ്യൻ തന്നെയാണോ? നീ ആരോട് ഇത്ര ക്രൂഡായി സംസാരിച്ചത്? നിനക്ക് വല്ല ബോധമുണ്ടോ ലീ? ലിയോണെ, നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനോട് എങ്ങനെ നിനക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു? നിനക്ക് നിന്റെ ഡ്രീംസും ഫസ്റ്റ് ലവും നിന്നിൽ നിന്ന് അകന്നു പോയത് സാറ് ഒരു നിമിത്തമായത് കൊണ്ടാണോ നിനക്ക് അദ്ദേഹത്തോട് ഇത്രയും അധികം വെറുപ്പ്? അന്ന് നിന്നോട് ചെയ്തതിനൊക്കെ അദ്ദേഹം എത്രത്തോളം പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ലിയോൺ, നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഓ, സ്വന്തം മകന്റെ ഡ്രീംസ് ഫസ്റ്റ് ലവ് അവനിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇതൊക്കെ ചെയ്ത അയാളെ ഞാൻ അച്ഛനായത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണണം. അത് മാത്രമാക്കുന്നില്ല, പുണ്യാണ് ഞാക്കിട്ട് ഞാൻ ഒന്ന് പൂജിക്കാം. എന്തേ? അന്ന് നീ അനുഭവിച്ച വേദനയേക്കാൾ എത്രയോ മടങ്ങാണ് അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്നതെന്ന് നീ അതൊരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. നീ ദിവസം കൊണ്ടുവന്ന അദ്ദേഹത്തായിട്ട് അകന്നകന്ന് വരിക. ഒരിക്കൽ നീ എല്ലാം അറിയും. അപ്പൊ പപ്പ എന്ന് വിളിച്ച് ചെല്ലുമ്പോ അദ്ദേഹം ഉണ്ടായിരിക്കണം എന്നില്ലല്ലേ? എന്താ അയാളെങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടേക്കെങ്കിലും പോകാൻ പ്ലാൻ ഇടുന്നുണ്ടോ? അതെ, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് നീ ലോകത്ത് നിന്നും പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. ഇനി കൂടിപ്പോയ കുറച്ചു മാസങ്ങളിൽ കൂടി ഇതെല്ലാം നിന്നിൽ നിന്നും സാങ്മയിൽ നിന്നും ആരും അറിയാതെ അദ്ദേഹം സ്വയം നീറി കഴിയാം. നീ പഴയ പോലെ അദ്ദേഹത്തെ പപ്പ എന്ന് വിളിച്ചു പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം സന്തോഷത്തോടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിനൊക്കെ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടത്തി നിന്റെ പിന്നാലെ ഇങ്ങനെ അലയുന്നത്. നിന്നെ അദ്ദേഹം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു വരെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. സാറ് നിന്നോട് ഈ കാണിക്കുന്ന സ്നേഹം അതറിയാവുന്നതുകൊണ്ടാ. നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അതിന്റെ വേദന മനസ്സിലാക്കും. നീയും അപ്പോഴേ അത് തിരിച്ചറിയും. നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾക്ക് കണ്ണ് ഇരുട്ടാക്കി നടക്കും, ഇല്ലാതാക്കണം. അപ്പോഴേ നീ അതിന്റെ വാല്യൂ മനസ്സിലാക്കും. Are you crying?